പ്രിഡേറ്റർ ഫ്രാഞ്ചൈസ് മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇറങ്ങിയിട്ടുള്ള എർണോൾഡിന്റെ പ്രിഡേറ്റർ ആയിരിക്കും ഒരു വിധം എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ആയിരിക്കും. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പ്രിഡേറ്റർ മൂവീസ് ഒന്നും അത്ര വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ദെൻ 2022 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രേ എന്ന് പറയുന്ന ഒരു സിനിമയാണ് പിന്നീട് പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുള്ള മറ്റൊരു പ്രിഡേറ്റർ മൂവി. ഒരു ഗംഭീര പടം തന്നെയാണ്. ആ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം. കാരണം അത് കണ്ടതിന് ശേഷം ഈ ഒരു പ്രിഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലർ എന്ന് പറഞ്ഞ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു പൊളി പടമായിട്ടാണ് പ്രിഡേറ്റർ കില്ലർ ഓഫ് ദി കില്ലേഴ്സ് എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു എനിമേറ്റഡ് മൂവിയാണ്. 1.5 മണിക്കൂർ ഡ്യൂറേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു എനിമേറ്റഡ് മൂവിയാണെന്ന് കരുതിയിട്ട് ആരും കാണാതിരിക്കരുത്. മേ ബി നിങ്ങളൊരു പ്രിഡേറ്റേഴ്സിന്റെ ഒക്കെ ലൈവ് അഡാപ്റ്റേഷൻ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. ബട്ട് അത് കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കാം. കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇനി വരാൻ പോകുന്ന പ്രിഡേറ്റേഴ്സ് ബാഡ്ലാൻഡ് എന്ന് പറഞ്ഞൊരു മൂവിയും കൂടി വരുന്നുണ്ട്. സോ പ്രേയുടെയും പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ അവർ ഇറക്കിയിരിക്കുന്നത്. സോ ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കി നോക്കാം. കിട്ടില്ലം പടമാണ്. ഞാൻ 1.5 മണിക്കൂർ എൻ്റെ പോയത് അറിഞ്ഞില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിലൂടെയും അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 ടൈം പീരീഡിലുള്ള അല്ലെങ്കിൽ 3 പീരീഡിലുള്ള 3 ബാരിയേഴ്സ്, പ്രിഡേറ്റേഴ്സിനെ ഫേസ് ചെയ്തിട്ടുള്ള ബാരിയേഴ്സ് പ്രിഡേറ്റേഴ്സിന്റെ വേൾഡിലോട്ട് എത്തുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സോ 3 ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ 3 സ്റ്റോറീസ് ആണ് നമ്മുടെ മുമ്പിലോട്ട് ഈ ഒരു സിനിമയിലൂടെ കാണുന്നത്. ഫസ്റ്റ് സ്റ്റോറി ഒരു AD കാലഘട്ടത്തിലാണ്. ഉർസ എന്ന് പറയുന്ന ഒരു ലേഡി ക്യാരക്ടറാണ്. സെക്കൻഡ് സ്റ്റോറി വരുന്നത് ജപ്പാനിലാണ്. കമാക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വരുന്നത്. തേർഡ് സ്റ്റോറി വരുന്നത് സ്പെയിനിലാണ്. ടോറസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് വരുന്നത്. ഈ ഓരോരോ വാരിയേഴ്സിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ ബാക്ക് സ്റ്റോറി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ ഭയങ്കര എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്ന, ഒരു സമയം പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത തരത്തിൽ അത്ര ഇംപ്രസീവ് ആയിട്ടും എൻഗേജിങ് ആയിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ നമുക്ക് പോയത് അറിയില്ല. അത്രയും രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലെ ക്യാരക്ടർ ആർക്കുകളും കാര്യങ്ങളൊക്കെ സൂപ്പർബായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പ്രേ എന്ന് പറയുന്ന മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ള ഡാൻ ട്രെഞ്ചബർഗ് തന്നെയാണ് ഈ ഒരു മൂവിയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ക്വാളിറ്റി ഇതിൽ കാണാനുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രിഡേറ്റർ ബാഡ്ലാൻഡ് എന്ന് പറയുന്ന മൂവിയും അദ്ദേഹം തന്നെയാണ്. സോ പ്രിഡേറ്ററിൽ ഈ ഇപ്പോൾ ഒരു റീസെന്റ് ഇറങ്ങുന്ന മൂവീസ് ഒക്കെ കിഡിലായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാഡ്ലാൻഡും നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നെയാണുള്ളത്. സോ പ്രിഡേറ്റേഴ്സ് മൂവി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കി നോക്കാം. ഇനി പ്രിഡേറ്റേഴ്സിന്റെ മൂവീസ് അധികം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പ്രേ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഒരു രസമായിരിക്കും. കാരണം ആ ഒരു സിനിമയായിട്ട് ഭയങ്കരമായിട്ടൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ തരിക എന്നുള്ളത് ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിലെ പല സീക്വൻസുകളും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും രസകരമായിട്ടുള്ള രീതിയിലും അത്രയും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നല്ലൊരു വാച്ച് തന്നെയാണ് പ്രിഡേറ്റർ കില്ലർ ഓഫ് ദി കില്ലേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കാന്നാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത്. സോ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ഗുഡ് ബൈ.